ക്രമേണ മേൽപോട്ടു പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കുഭാഗത്തകലെ പരന്നു കിടന്നിടും കുന്നിതു നന്നു കാണാൻ. ആദ്യത്തിലാരാ പുക പോലെ കണ്ടതടുത്തിടും നമ്മുടെ കാഴ്ചയെങ്കിൽ മരങ്ങൾ, പൂവല്ലികൾ, മറ്റും ഓരോന്നായി ക്രമാൽ വേർതിരിയുന്നു ഭംഗിയാ. പ്രായേണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വലിയ തരുമണ്ഡലത്താൽ പരക്കെ നൽപച്ച നിറം പെടുന്നീ കുന്നെത്രയും കൺകുളിരേകിടുന്നു. ഈ പച്ചവർണ്ണത്തിനിടയ്ക്കിടയ്ക്കു ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ടു ചുവന്ന മണ്ണും രണ്ടിനുമേറെ പ്രഭ ചേരുമാറായി. മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ, പുഷ്പങ്ങൾ, പുല്ലെന്നിവയെങ്കിലെല്ലാം ഇപ്പോക്കുവയിലേൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നിതു കുന്നിതേറ്റം. ചിലയിടം ആച്ഛാദന ശൂന്യമായും ചിലയിടം ഓരോ മുകിലാൽ മറഞ്ഞും താങ്ങും ചിലയിടം ചില ദിക്കുയർന്നും നാനാപ്രകാരം വിലസുന്നു ശൈലം. പത്രങ്ങളൊട്ടൊട്ടിളകുന്ന വൃക്ഷലതാഗണത്തിൻ പഴുതിങ്കലൂടെ ഇളങ്കറുപ്പേന്തിടും അമ്പരാന്തം കാണുന്നിതങ്ങേ പുറമാഴി പോലെ. സാഹിത്യമഞ്ജരി 1-ാം ഭാഗം, വള്ളത്തോൾ നാരായണ മേനോൻ. വായിക്കാം, പറയാം. കുന്നു കണ്ണിന് കുളിരാകുന്നത് എങ്ങനെയാണ്? ഇലകൾ നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളും വള്ളികളും കൊണ്ട് കുന്ന് പച്ച നിറത്തിൽ മനോഹരമായി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ണിന് കുളിരാകുന്നത്. കുന്നിന് വിചിത്രവർണ്ണം ലഭിക്കുന്നത് എപ്രകാരമാണ്? മരങ്ങളുടെ ചില്ലകൾ, തളിരിലകൾ, പൂക്കൾ, പുല്ലുകൾ എന്നിവയിലെല്ലാം പോക്കുവെയിലിന്റെ കിരണങ്ങൾ ഏൽക്കുമ്പോൾ കുന്നിന് വിചിത്രവർണ്ണം ലഭിക്കുന്നു. ആഴി പോലെ കാണപ്പെടുന്നത് എന്താണ്? ഇലകളിളകുന്ന മരങ്ങൾക്കും വള്ളികൾക്കും ഇടയിലൂടെ നോക്കുമ്പോൾ കാണുന്ന ഇളം കറുപ്പുള്ള ചക്രവാളമാണ് ആഴി പോലെ കാണപ്പെടുന്നത്. സാദൃശ്യ ഭംഗി കണ്ടെത്താം. കാവ്യഭാഗത്ത് കുന്നിനെയും കോട്ടയെയും പോലെ എന്ന പ്രയോഗം കൊണ്ട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. ഈ രീതിയിൽ പോലെ ഉപയോഗിച്ച് സാദൃശ്യപ്പെടുത്തിയ കൂടുതൽ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി വിശദീകരിക്കുക. നിങ്ങൾ കണ്ടെത്തിയ വരികളുടെ സാദൃശ്യ ഭംഗിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ക്രമേണ മേൽപോട്ടു പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ. കുന്നിനെ മേൽപോട്ട് പടുത്തുയർത്തി ചക്രവാളത്തിൽ മുട്ടി നിൽക്കുന്ന കോട്ടയോട് കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. ആദ്യത്തിലാരാൽ പുക പോലെ കണ്ടതടുത്തിടും നമ്മുടെ കാഴ്ചയെങ്കിൽ. ആദ്യം നോക്കുമ്പോൾ പുക പോലെ കാണുന്ന കാഴ്ചകൾ അടുത്തു ചെല്ലുമ്പോൾ വ്യക്തമായി കാണാൻ കഴിയുന്നു എന്നാണ് കവി പറയുന്നത്. ഇപ്പച്ച വർണ്ണത്തിനിടയ്ക്കിടയ്ക്കോ ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ടേ ചുവന്ന മണ്ണും. മരങ്ങളുടെ പച്ച നിറത്തിനിടയിൽ ചുവന്ന മണ്ണ് കാണപ്പെടുന്നതിനെ ശില്പവിദ്യ അറിയുന്നവർ ചായപ്പണി ചെയ്ത പോലെ എന്നാണ് കവി പറയുന്നത്. ഇളങ്കറുപ്പേന്തിടും അമ്പരാന്തം കാണുന്നിതങ്ങേ പുറമാഴി പോലെ. ഇലകൾക്കിടയിലൂടെ കറുപ്പ് നിറത്തിലുള്ള ആകാശം കാണുമ്പോൾ കടൽ പോലെ തോന്നുന്നു എന്നാണ് കവി പറയുന്നത്. ഇവിടെ ആകാശത്തെ കടലിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. വിശകലനം ചെയ്യാം. ഇപ്പോക്കുവെയിലേൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നിതു കുന്നിതേറ്റം. സൂര്യപ്രകാശം കുന്നിലേൽക്കുമ്പോഴുള്ള മാറ്റം എങ്ങനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്? കവിതയിലെ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. സൂര്യപ്രകാശം കുന്നിലേൽക്കുമ്പോഴുള്ള മാറ്റം കവി വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. പോക്കുവെയിലേൽക്കുന്ന കുന്ന് പല നിറത്തിൽ കാണപ്പെടുന്നു എന്നാണ് കവി പറയുന്നത്. കുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളിലെ പച്ചിലയിലും തളിരുകളിലും പൂക്കളിലും പോക്കുവെയിൽ പതിക്കുന്നതിനാലാണ് കുന്ന് പല നിറത്തിൽ കാണപ്പെടുന്നത്. ഈ നിറങ്ങൾ കുന്നിനെ മനോഹരമാക്കുന്നു.
ആൽബം തയ്യാറാക്കാം. കുന്നുകളുടെ വ്യത്യസ്ത സമയങ്ങളിലെ വിദൂര ദൃശ്യങ്ങൾ, സമീപ ദൃശ്യങ്ങൾ എന്നിവ മൊബൈലിൽ പകർത്തി ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക. കവിതയിലെ കാഴ്ചകളും നിങ്ങൾ പകർത്തിയ ദൃശ്യാനുഭവങ്ങളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾ മൊബൈലിൽ കുന്നിൻ്റെ ദൃശ്യങ്ങൾ എടുത്ത് ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക. പിന്നീട് കുറിപ്പും തയ്യാറാക്കുക. കുറിപ്പിൻ്റെ ഒരു മാതൃക ഇവിടെ കൊടുത്തിട്ടുണ്ട്. കവി കുന്നിൻ്റെ ഭംഗിയെ വളരെ മനോഹരമായി കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. കുന്നിൻ്റെ ചിത്രം പകർത്തുന്ന ഓരോ നിമിഷത്തിലും ആ ഭംഗി എനിക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞു. പലപ്പോഴും അശ്രദ്ധമായി മാത്രം നോക്കാറുള്ള കുന്നിനെ അടുത്തുനിന്ന് കണ്ടപ്പോൾ വളരെ മനോഹരമായിരുന്നു. മരങ്ങളും ചെടികളും വള്ളികളും എല്ലാം കണ്ണിന് നല്ലൊരു ദൃശ്യാനുഭവം നൽകി. കവി പറയുന്നത് പോലെ അടുത്ത് ചെല്ലുമ്പോഴാണ് കാഴ്ച കൂടുതൽ വ്യക്തമായത്. സൂര്യകിരണങ്ങൾ ഏൽക്കുമ്പോഴുള്ള കുന്നിൻ്റെ ഭംഗിയും നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. കുന്നിൻ മുകളിലൂടെ സൂര്യനുദിച്ചു വരുന്ന മനോഹരമായ കാഴ്ചയും പകർത്താൻ എനിക്ക് കഴിഞ്ഞു. ചിത്രം വരയ്ക്കാം. പ്രായേണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വല്ലി തരൂമണ്ഡലത്താൽ പരക്കെ നൽപച്ച നിറം പെടുന്നീ കുന്നെത്രയും കൺകുളിരേകിടുന്നു. വരികളിലെ ആശയ മനോഹാരിത എന്നിവ തിരിച്ചറിഞ്ഞ് പരക്കെ നൽപച്ച നിറം തൂകി നിൽക്കുന്ന കുന്നിൻ്റെ ചിത്രം വരയ്ക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന മാതൃക കാണുക. ശേഷം നിങ്ങൾ അതിമനോഹരമായ ഒരു കുന്ന് വരയുക. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. സത്യചന്ദ്രൻ പൊയിൽക്കാവിൻ്റെ മലയാളം കേൾക്കാൻ വായോ എന്ന കവിത ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇത് വായിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. സത്യചന്ദ്രൻ പൊയിൽക്കാവിൻ്റെ മലയാളം കേൾക്കാൻ വായോ എന്ന കവിതയിൽ മലയാള തനിമ എടുത്തു കാണിക്കുന്നു. മലയാളം കേൾക്കാനും മാമലകൾ കാണാനും കവി വിളിക്കുന്നു. മഴ പെയ്യുന്ന നേരത്തെ പുഴയുടെ ഒഴുക്കിനെ മയിലാട്ടം എന്ന പ്രയോഗ ഭംഗിയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. പുഴയുടെ മയിലാട്ടം കാണാനും കവി ക്ഷണിക്കുന്നു. മനോഹരമായ ഈ നാട്ടിലെ പൂക്കാലം കാണാനും മനസ്സിൻ്റെ തീരത്ത് മനോഹരമായ കാവ്യങ്ങൾ തീർക്കാനും കവി ക്ഷണിക്കുന്നു. ഓണക്കാലത്ത് വയലിൽ വീശുന്ന കാറ്റിൽ ഒന്നിച്ചു നടക്കാനും വായോ എന്ന് കവി പറയുന്നു. വയലിൽ കിന്നാരം പറയും കാറ്റ് എന്ന പ്രയോഗവും എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ നാടിനെയും ഒപ്പം മലയാള ഭാഷയെയും കവി ചേർത്തു പിടിക്കുന്നു. ജീവിതത്തിൻ്റെ തിരക്കുകളിൽ പലയിടങ്ങളിൽ ചിതറിക്കിടക്കുന്നവരെ ഒന്നിച്ചു ചേർക്കാൻ കവി ശ്രമിക്കുന്നു. ഗ്രാമഭംഗിയും മഴയും പുഴയും വയലും എല്ലാം നൽകുന്ന കുളിർമ ഈ വരികളിൽ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക.